ഇല്ല, അദ്ദേഹത്തെക്കുറിച്ച് ഞാനൊന്നും പറയില്ല. കാരണം അദ്ദേഹത്തെക്കുറിച്ച് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ സാരമില്ല എന്ന് വിചാരിച്ചപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും അനുഭവിച്ചുകൊള്ളുക എന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല, എന്തും തെറ്റിയും. ഞാൻ എൻ്റെ തെരഞ്ഞെടുപ്പിന് മുമ്പ് എൻ്റെ പ്രസംഗങ്ങൾ കേട്ട് പലരും എന്തിനാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്താ കുഴപ്പം എന്ന് ചോദിച്ച ഒരാൾ ഇന്നലെ എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞ് അദ്ദേഹത്തിനല്ല കുഴപ്പം, തിരഞ്ഞെടുത്ത തൃശ്ശൂരുകാർക്കാണ് അബദ്ധം പറ്റിയത് എന്ന് പറഞ്ഞു. ഇപ്പോൾ എന്ത് പറയാനാണ്? അതെ, ഇത് ഞാൻ പറഞ്ഞതല്ലേ, ഇലക്ഷന് മുമ്പ് ഞാൻ പറഞ്ഞപ്പോൾ എനിക്കൊരു പ്രശ്നമല്ല. എനിക്കറിയാവുന്ന ആള്, വർഷങ്ങളായിട്ട് അറിയാവുന്ന സ്വഭാവമായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഏതായാലും തൃശ്ശൂരുകാർക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം പരചന്ദ്രന്റെ അഭിനയിച്ചതിന് ശേഷം ഇദ്ദേഹത്തിന്റെ കാറിന്റെ പുറയിൽ എപ്പോഴും ഒരു SP തൊപ്പി ഉണ്ടായിരുന്നു. മനസ്സിലായി? കാറിന്റെ പുറയിലേ, കാറിന്റെ ഗ്ലാസ്സില്ലേ, ഗ്ലാസ്സിനൂടെ പുറത്തേക്ക് നോക്കി നമ്മൾ സാറിന് SP പണ്ട് പോകുമ്പോൾ അവരുടെ തൊപ്പി ഊരി ഇങ്ങനെ പുറകെ വെച്ച്. ഇദ്ദേഹത്തിന്റെ കാറിന്റെ പുറകെ കുറെ കാലം, ഞാൻ തമാശ പറഞ്ഞില്ല, ഓർമ്മയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി, ഒരു SP IPS എന്ന് എഴുതിയൊരു തൊപ്പി കാറിന്റെ പുറകെ സീറ്റിന്റെ പുറകിൽ നിന്ന് കണ്ണാടി കൂടെ പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അത്രയേ പറയാറുണ്ട്. ഇറങ്ങിപ്പോയോ കയറി വന്നൊന്നും എനിക്കറിഞ്ഞൂടാ. അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. അത് തിരുവനന്തപുരത്തുള്ളവർക്ക് അറിയാം, കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. ചോദിച്ചാൽ പറഞ്ഞു തരും. നമ്മുടെ ഇപ്പോൾ വീഡിയോ ഒന്നുമില്ല. അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. ആരോട് പറയാം? ആക്ഷനൊക്കെ അവരവരെ ഇഷ്ടമാണ്. ഞാൻ സംവിധായകനല്ലല്ലോ, കട്ട് പറയാൻ. ആക്ഷനും റിയാക്ഷനൊക്കെ അവരവരെ ഇഷ്ടം. നമ്മൾ കട്ട് പറയാൻ സംവിധായകനാണ്. കട്ട് പറയേണ്ട സംവിധായകർ പറയും, അത് ജനങ്ങളാണ്.